കേരള പ്രീമിയർ ലീഗ് 2024-2025 സീസണിലെ മാച്ച് നമ്പർ 32 റിയൽ മലബാർ FC നേരിടുന്നു വയനാട് യുണൈറ്റഡിനെ. അക്കൗണ്ടിലുള്ളത് ആൻഡ് വയനാട് യുണൈറ്റഡിൻ്റെ ടച്ചോടുകൂടി ഇന്നത്തെ ഈ മത്സരം ആരംഭിക്കുകയാണ്. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നല്ലൊരു ഡയഗണൽ പാസ്സാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അത് കൃത്യമായി പിടിച്ചെടുത്തുകൊണ്ട് പെനാൽറ്റി ഏരിയക്കുള്ളിൽ കടക്കാനുള്ള ശ്രമമാണ് അവിടെ. അഭിനവ് പന്ത് പിടിച്ചെടുത്ത് മുന്നേറാനുള്ള ശ്രമമാണ് അവിടെ, പക്ഷേ റിക്കവർ ചെയ്തെടുക്കുകയാണ് അവിടെ റിയൽ മലബാർ FC കൊണ്ടോട്ടി. നല്ലൊരു ത്രൂ പാസ്സാണ് അവിടെ എത്തിച്ചേർന്നത്. നേരെ നിയാസിലേക്ക്. നിയാസ് ആൻഡ് ഗോൾ നമ്പർ 1 റിയൽ മലബാർ FC. മത്സരത്തിൻ്റെ 34ാമത്തെ മിനിറ്റിലാണ് ആഷിഫിലൂടെ മഹേഷിലൂടെ ഒരു ഗോൾ കണ്ടെത്തുന്നതും ഒരു പാരൽ പാസ് കൊടുത്തുകൊണ്ട് ഒരു സുന്ദരമായൊരു ഗോൾ നേടുകയാണ് അവിടെ മഹേഷ് കെ. കേരളത്തിന് വേണ്ടി നാഷണൽ ഗെയിംസ് കളിച്ച താരം കൂടിയാണ്. വീണ് കിട്ടിയ അവസരമാണ് റിയൽ മലബാർ FCക്ക്. അത് കൃത്യമായി വലയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. ക്വിക്ക് റീസ്റ്റാർട്ടാക്കി മാറ്റിയിരിക്കുന്നു അവിടെ വയനാട് യുണൈറ്റഡിൻ്റെ താരങ്ങൾ. നേരെ അമീൻ്റെ കാലുകളിലേക്ക്. അമീൻ്റെ യാതൊന്നും സംഭവിക്കുന്നില്ല. ഇപ്പോഴും പന്ത് പിടിച്ചെടുത്തുകൊണ്ട് മുന്നേറുകയാണ് അവിടെ റിയൽ മലബാർ FCയുടെ താരങ്ങളൊക്കെ ചേർന്നുകൊണ്ട്. ആൻഡ് മഹേഷ് ഓ ക്രോസ് ബാറിൽ ഇടിച്ചുകൊണ്ട് പന്ത് പുറത്തേക്ക് പോവുകയാണ്. നല്ല ട്രൈ ആണ് അവിടെ നടത്തിയത് മഹേഷ്. ഈ മത്സരത്തിലെ ഗോൾ സ്കോററും കൂടെയാണ് മഹേഷ്. രക്ഷപ്പെടുന്നു വയനാട് യുണൈറ്റഡ് ഈ ഒരു അവസരത്തിൽ എടുത്തത്. പക്ഷേ അതിന് ശേഷം തന്നെ ഒന്നാം പകുതിയുടെ വിസിൽ വരികയാണ്. എതിരില്ലാത്ത ഒരു ഗോളിന് ഇപ്പോഴും റിയൽ മലബാർ FC കൊണ്ടോട്ടി ലീഡ് തുടരുകയാണ്. ആദ്യ പകുതി സ്വന്തമാക്കിയിരിക്കുകയാണ് റിയൽ മലബാർ FC. റിയൽ മലബാർ FCയുടെ ടച്ചോടുകൂടി രണ്ടാം പകുതി ആരംഭിക്കുകയാണ്. വൺസ് അഗൈൻ ഈ മത്സരത്തിൻ്റെ തത്സമയ കളി വിവരണവുമായി ഞാൻ അഭിലാഷ്. പന്ത് പിടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവിടെ മിഥിലാജ്. ആൻഡ് മിഥിലാജ് നേരെ ആഷിഫിലേക്ക്. ആഷിഫിൻ്റെ ക്രോസ് വരുന്നു. ആൻഡ് ഒരു ഹെഡർ ചെയ്തെങ്കിലും യാതൊന്നും സംഭവിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു ഹാൻഡ് ബോൾ ആയിരിക്കണം. ഒരു ഹാൻഡ് ബോൾ ആണെന്ന് തോന്നുന്നു. അതിന് തക്കതായ ശിക്ഷയും ലഭിക്കുകയാണ് അവിടെ. മത്സരത്തിൻ്റെ 72ാമത്തെ മിനിറ്റിൽ വരുന്ന മഹേഷിലേക്ക്. മഹേഷ് അവിടെ നിന്ന് നേരെ ഒരു ഡയഗണൽ പാസ് ഉണ്ട് പെനാൽറ്റി ഏരിയയ്ക്ക് സമീപത്തായി. നല്ലൊരു റിസീവിങ് നമ്മുടെ കാണാൻ സാധിച്ചു സിബിയുടെ. ഇത്തവണ രണ്ടാമത്തെ ഗോൾ കൂടെ നേടുകയാണ് റിയൽ മലബാർ FC കൊണ്ടോട്ടി. ജേഴ്സി നമ്പർ 52 മിഥിലാജിലൂടെ സബ്ബായി വന്ന് സൂപ്പർ സബ്ബായി മാറിയിരിക്കുകയാണ് മിഥിലാജ്, ചാലിശ്ശേരി സ്വദേശി. അതിനുശേഷമാണ്, അതായത് ചെറിയൊരു ആശയക്കുഴപ്പം അവിടെ ഉണ്ടായിരുന്നു, അത് കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗോൾ കൂടി കണ്ടെത്തുകയാണ് റിയൽ മലബാർ FC കൊണ്ടോട്ടി മിഥിലാജിലൂടെ. അവിടെ വരുത്താൻ സാധിക്കുന്നില്ല. ഫൈനൽ വിസിൽ വന്നിരിക്കുന്നു. മറുപടിയില്ലാത്ത 2 ഗോളിന് റിയൽ മലബാർ FC കൊണ്ടോട്ടി ഈ മത്സരം വിജയിച്ചിരിക്കുന്നു വയനാട് യുണൈറ്റഡിനെതിരെ. ഫുൾ ടൈം സ്കോർ റിയൽ മലബാർ FC 2 വയനാട് യുണൈറ്റഡ് 0.